Hi student. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സെൻട്രൽ ലിമിറ്റ് തിയറം ആണ്. സെൻട്രൽ ലിമിറ്റ് തിയറം. ഇതിന്റെ ഷോർട്ട് ഫോം അബ്രീവിയേഷൻ CLT. സെൻട്രൽ ലിമിറ്റ് തിയറം എന്ന് പറഞ്ഞാൽ if x1, x2, etc. xn ഒരു സീക്വൻസ് ഓഫ് റാൻഡം വേരിയബിൾസ് നിങ്ങൾ കൺസിഡർ ചെയ്യാം. അത് ഇൻഡിപെൻഡന്റ് റാൻഡം വേരിയബിൾസ് ആണ്. അപ്പോൾ ഇതിന്റെ സം നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ x1 plus x2 plus etc plus xn x1 x2 etc xn ന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്തോ ആയിക്കോട്ടെ, പക്ഷെ അതിന്റെ സം as n becomes large, when n becomes large, this sum will follows a normal distribution under some conditions. ഇതിനെയാണ് നമ്മൾ സെൻട്രൽ ലിമിറ്റ് തിയറം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് രണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോംസ് ഉണ്ട്. രണ്ട് ഫോംസ് ഇതാണ്: ലിംബർഗ് ലെവി ഫോം ആൻഡ് ലിയോപൊണോസ് ഫോം. ഓക്കെ, ഇപ്പൊ ലിംബർഗ് ലെവി ഫോമിൽ നമ്മൾ x1 x2 etc xn ആ സീക്വൻസിനെ നമ്മളൊരു IID റാൻഡം വേരിയബിൾസ് ആയിട്ടാണ് എടുത്തേക്കുന്നത്. ലിയോപൊണോസ് ഫോമില് നമ്മുടെ ഒരു അസംഷൻ എന്ന് പറഞ്ഞാൽ x1 x2 etc x എന്നുള്ളത് ഇൻഡിപെൻഡന്റ് ആണ്, പക്ഷെ IID അല്ല. ഓക്കെ, അതാണ് മെയിൻ ആയിട്ടുള്ള വ്യത്യാസം. നമുക്ക് ഇതിന്റെ ഡിഫറെന്റ് ഫോംസ് പരിചയപ്പെടാം. First, Lindbergh-Levy form of central limit theorem. If x1, x2, etc. xn are independent and identically distributed random variables with expectation of xi equal to mu and variance of xi equal to sigma square for all I equal to 1 to 3 up to n, then the sum Sn equal to x1 plus x2 plus etc. xn is asymptotically normal with mean n mu and variance n sigma square. That is, Zn equal to Sn minus n mu by root of n sigma square will follows a standard normal as n tends to infinity. Okay, so x1, x2, etc. xn എന്നുള്ളത് ഇൻഡിപെൻഡന്റ് ആണ്, അതുപോലെ ഐഡന്റിക്കലി ഡിസ്ട്രിബ്യൂട്ട് IID റാൻഡം വേരിയബിൾസ് ആണ്. ഓരോന്നിന്റെയും മീൻ mu ആണ്, ഓരോന്നിന്റെയും വേരിയൻസ് സിഗ്മ സ്ക്വയർ ആണ്. എങ്കിൽ സം x1 plus x2 plus etc. xn എന്നുള്ളത് asymptotically normal എന്ന് പറഞ്ഞാൽ Sn follows normal, approximately normal distribution when n becomes large. Okay, അപ്പോൾ Sn follow ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷൻ നോർമൽ ആയിരിക്കും with mean n mu and variance n sigma square when n becomes large. Okay, അതിനെ തന്നെ Sn ഫോളോ ചെയ്യുന്നത് നോർമൽ ആണ് with n mu and variance n sigma square എങ്കിൽ നമുക്ക് ഇതിനെ സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സം വേരിയബിൾ Zn അല്ലെ, Zn എന്ന് ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ടുള്ള റാൻഡം വേരിയബിളിനെ Zn, that is Sn minus n mu by root of n sigma square. This will follows a standard normal. Okay, ഇപ്പൊ നമ്മളിവിടെ മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് ഇതിന്റെ പ്രൂഫ് ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്കറിയാം x1 x2 etc xn എന്നുള്ളത് ഇൻഡിപെൻഡന്റ് ആൻഡ് ഐഡന്റിക്കലി ഡിസ്ട്രിബ്യൂട്ടഡ് റാൻഡം വേരിയബിൾസ് ആണ്. ഇതിന്റെ മീനും വേരിയൻസ് ഒക്കെ അറിയാം. എക്സ്പെക്ടേഷൻ ഓഫ് xi എന്നുള്ളത് mu ആണ്, വേരിയൻസ് ഓഫ് xi എന്നുള്ളത് സിഗ്മ സ്ക്വയർ ആണ്. അപ്പൊ നമ്മൾ Zn-ന്റെ മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ പോവാണ്. നമ്മളത് പ്രൂവ് ചെയ്യാൻ പോകുന്നത് Zn-ന്റെ മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ that will be same as the moment generating function of a standard normal when n becomes very large. Okay, അപ്പോൾ m Zn of t എന്ന് പറഞ്ഞാൽ എന്താണ്? m Sn minus n mu. നമ്മൾ Zn എങ്ങനെ ഡിഫൈൻ ചെയ്തേക്കണേ? Sn minus n mu divided by root n sigma square of t. ഓക്കെ, അപ്പൊ ഇത് ഏതിന്റെ ഫോമിലാണിത്? m ax plus b of t ഫോമിലാണ്. അപ്പൊ നമുക്കറിയാം m ax plus b of t എന്ന് പറഞ്ഞാൽ e raised to bt into mx of at. നമ്മൾ മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷന്റെ പ്രോപ്പർട്ടീസിൽ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ a എന്നുള്ളത് എന്താണ്? 1 by root n sigma square. അതുപോലെ b എന്നുള്ളത് minus n mu by root n sigma square. ഓക്കെ, അപ്പൊ ഇതിന് എന്തെന്ന് എഴുതാം? e raised to bt, that is e raised to minus n mu by root n sigma square t into mx. x എന്ന് പറഞ്ഞാൽ Sn ആണ് ഇവിടെ. mSn of at. a എന്ന് പറഞ്ഞാൽ 1 by root n sigma square t. ഓക്കെ, ഇനി നമുക്ക് തന്നേക്കുന്ന കണ്ടീഷൻസ് ഉണ്ട്. x1 x2 etc xn എന്നുള്ളത് ഇൻഡിപെൻഡന്റ് ആണ്. അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിനെ മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷനെ Sn എന്ന് പറഞ്ഞാൽ എന്താണ്? x1 plus x2 plus etc xn. അപ്പൊ m x1 plus x2 plus etc xn of t by root n sigma square നമുക്ക് mx1 of t by root n sigma square into mx2 of t by root n sigma square etc mxn of t by root n sigma square എന്ന് എഴുതാം. ഓക്കെ, ഇനി ഇതെല്ലാം തന്നെ
ഐഡന്റിക്കൽ ആണ്. അതുകൊണ്ട് നമുക്ക് എം എക്സ് ഐ ഓഫ് ടി ബൈ റൂട്ട് എൻ സിഗ്മ സ്ക്വയർ റേസ് ടു എൻ എന്ന് എഴുതാമല്ലോ. ഓക്കെ, ഇനി എന്താ ചെയ്യണത്, ഇതിന്റെ രണ്ട് സൈഡിലും നമ്മൾ ലോഗരിതം എടുക്കുവാണ്. അപ്പൊ ലോഗ് എം ഇസഡ് എൻ ഓഫ് ടി ഈക്വൽ ടു ഇതിന്റെ ഈ ഒരു ഇതിനെ നമ്മൾ ലോഗരിതം എടുക്കുമ്പോൾ നമുക്ക് മൈനസ് എൻ മ്യൂ ടി ബൈ റൂട്ട് എൻ സിഗ്മ സ്ക്വയർ എന്ന് വരും. ഇവിടെ ഒരു സിഗ്മ സ്ക്വയർ ഉണ്ട് കേട്ടോ. പ്ലസ് എൻ ടൈംസ് ലോഗ് എം എക്സ് ഐ ഓഫ് ടി ബൈ റൂട്ട് എൻ സിഗ്മ സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, ഇനി നമുക്കറിയാം മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷനെ നമുക്ക് മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ എന്നാൽ ദേ ജനറേറ്റ് മൊമെന്റ്സ്. അതുപോലെ നമുക്ക് ഇതുപോലെ ഒരു എക്സ്പാൻഷൻ ആയിട്ട് മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ എഴുതാമെന്നൊക്കെ നമ്മൾ കണ്ടായിരുന്നു അല്ലെ. 1 plus expectation of x into t by 1 factorial plus expectation of x square by t square by 2 factorial. അതുപോലെ തന്നെ. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് m 1 plus expectation of xi into t by root of n sigma square plus expectation of xi square t square by root n sigma square the whole square by 2 factorial എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ ഇവിടെ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞ എക്സ് ഐ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് മ്യൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനെ മ്യൂ എന്ന് എഴുതാം. അപ്പോൾ 1 പ്ലസ് ടി മ്യൂ ബൈ റൂട്ട് എൻ സിഗ്മ സ്ക്വയർ പ്ലസ് ടി സ്ക്വയർ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഐ സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു എൻ സിഗ്മ സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, ഇപ്പൊ ഇത് നോക്കിക്കേ, ലോഗ് 1 പ്ലസ് എക്സ് ഫോമിലാണ് കിടക്കുന്നത്. ഇപ്പൊ ലോഗ് 1 പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിന്റെ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് എക്സ് ക്യൂബ് ബൈ 3 മൈനസ് എക്സെട്ര അതാണ്. അപ്പൊ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്തെന്ന് എഴുതാം, മൈനസ് ലോഗ് എം ഇസഡ് എൻ ഓഫ് ടി എന്ന് പറഞ്ഞാൽ മൈനസ് എൻ മ്യൂ ടി ബൈ റൂട്ട് എൻ സിഗ്മ സ്ക്വയർ പ്ലസ് എൻ ടൈംസ് എക്സ് എക്സ് എന്ന് പറഞ്ഞാൽ ടി ബൈ റൂട്ട് എൻ സിഗ്മ സ്ക്വയർ മ്യൂ പ്ലസ് ടി സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു എൻ സിഗ്മ സ്ക്വയർ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഐ സ്ക്വയർ പ്ലസ് ഇനി നമുക്ക് നോക്കിയേ, ഇനി ഇതിനെ അടുത്ത ടേം വരിക എന്ന് പറഞ്ഞാൽ ടി ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു റൂട്ട് എൻ സിഗ്മ സ്ക്വയർ ക്യൂബ് ആണ് വരിക. അതായത് പിന്നെ നമുക്ക് വരുന്ന ടേംസിൽ എൻ റേസ് ടു 3/2 അങ്ങനെയുള്ള ടേംസ് ഒക്കെ വരും അല്ലെ. 1 ബൈ എൻ റേസ് ടു 3/2 വരുന്ന തരത്തിലുള്ള ടേംസ് വരും. അപ്പൊ അങ്ങനെയുള്ള ടേംസിനെ എല്ലാം കൂടി ചേർത്ത് നമ്മൾ ഒ എന്നൊരു ഫംഗ്ഷൻ കൊടുക്കുകയാണ്. ഒ എന്ന് വെച്ചാൽ ഇറ്റ് ഇൻവോൾവ്സ് ദി ടേംസ് കണ്ടെയ്നിങ് 1 by n raised to 3/2. ഓക്കെ, ഇനി അതുപോലെ തന്നെ അടുത്ത എന്താ പറയുക, ഇതിപ്പോ എക്സ് ആണ് നമ്മൾ എഴുതിയേക്കുന്നത്, എക്സ് മൈനസ് എക്സ് സ്ക്വയർ ബൈ 2. അപ്പൊ 1 മൈനസ് 1/2 ഇൻറ്റു എക്സ് സ്ക്വയർ, അതായത് ഇതിനെ സ്ക്വയർ ചെയ്യാം. ഓക്കെ, പ്ലസ് എക്സെട്ര അങ്ങനെ പോകും. ഓക്കെ, ഇനി ഈ ടേമും ഈ ടേം ഇതിനെ സ്ക്വയർ ചെയ്യുക. ഇതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇതിനെ ഓരോന്നിനെ സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് n raised to 3/2 പല പവേഴ്സ് ആയിരിക്കും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഈ ടേമിനെ ഇതിന് സ്ക്വയർ ചെയ്യണ ടേമിനെ കൂടി നമ്മൾ ഈ ഓയുടെ അകത്ത് ഉൾപ്പെടുത്തുവാണ്. അപ്പൊ നമ്മൾ ഈ ഒരു ടേം വരും ടി മ്യൂ ബൈ എൻ റൂട്ട് എൻ സിഗ്മ സ്ക്വയർ പ്ലസ് ടി സ്ക്വയർ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഐ സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ എൻ സിഗ്മ സ്ക്വയർ മൈനസ് 1/2 ഇൻറ്റു ഇതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ ടി സ്ക്വയർ മ്യൂ സ്ക്വയർ ബൈ എൻ സിക് 2 അവിടെ ഓൾറെഡി 2 നമ്മൾ പറഞ്ഞു എൻ സിഗ്മ സ്ക്വയർ. ഓക്കെ, അപ്പൊ ഇത് രണ്ടും കൂടെ നമുക്ക് കമ്പൈൻ ചെയ്യാം. ബാക്കിയുള്ളതിനെല്ലാം നമ്മൾ ഓയിൽ ഉൾപ്പെടുത്തി. അപ്പൊ ഇനി നമ്മൾ അതിനെ ത്രൂ ഔട്ട് എൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നോക്കിയേ, ഇത് രണ്ട് ടേംസും ക്യാൻസൽ ചെയ്തു പോകും. ഓക്കെ, അതുപോലെ ഇവിടെ നോക്കിയേ ഇവിടെ എൻ ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ നമുക്ക് ടി സ്ക്വയർ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു സിഗ്മ സ്ക്വയർ എന്ന് കിട്ടും. ഇവിടെയോ ടി സ്ക്വയർ മ്യൂ സ്ക്വയർ ബൈ 2 സിഗ്മ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, പ്ലസ് ഇവിടെ നോക്കിയേ നമ്മൾ ത്രൂ ഔട്ട് എൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് നമുക്ക് ഈ ഒ എന്ന് പറഞ്ഞാൽ it is that terms containing n raised to 1/2. It's a function of the terms containing n raised to 1/2 അല്ലേ. ഓ 1 by n raised to 1/2 എന്ന് എഴുതാം. ഈ രണ്ട് ടേംസ് നമുക്ക് കമ്പൈൻ ചെയ്യാൻ പറ്റും. കാരണം നോക്കി ഇതിന്റെ കോഎഫിഷ്യൻസ് സെയിം ആണ്. ടി സ്ക്വയർ ബൈ 2 ഇൻറ്റു എൻ സിഗ്മ സ്ക്വയർ, എൻ ക്യാൻസൽ ആയി പോയി, ടി സ്ക്വയർ ബൈ 2 സിഗ്മ സ്ക്വയർ കോമൺ ആയിട്ട് വരുന്നുണ്ട് ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് മ്യൂ സ്ക്വയർ. ഇനി എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഐ സ്ക്വയർ മൈനസ് മ്യൂ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് വേരിയൻസ് ഓഫ് എക്സ് ഐ. വേരിയൻസ് ഓഫ് എക്സ് ഐ എന്താണ്? സിഗ്മ സ്ക്വയർ. അപ്പോൾ ഈ സിഗ്മ സ്ക്വയറും ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളത് ടി സ്ക്വയർ ബൈ 2 പ്ലസ് ഒ ഓഫ് 1 ബൈ എൻ റേസ് ടു 1/2. ഇനി എൻ വളരെ വലുതാകുമ്പോൾ ഇതെല്ലാം തന്നെ സീറോയിലേക്ക് ടെൻഡ് ചെയ്യും. ബാക്കി വരുന്നത് ടി സ്ക്വയർ ബൈ 2. ഓക്കെ, ദാറ്റ് ഈസ് നമുക്ക് കിട്ടി ലോഗരിതം ഓഫ് എം ഇസഡ് എൻ ഓഫ് ടി എന്നുള്ളത് ടി സ്ക്വയർ ബൈ 2 ആസ് എൻ ബിക്കംസ് ലാർജ്. അപ്പോൾ അതിന്റെ എം ഇസഡ് എൻ ടി എന്ത് വരും? ഇ റേസ് ടു ടി സ്ക്വയർ ബൈ 2.
when n becomes large. അതായത് ഇത് ശരിക്കും ഒരു സ്റ്റാൻഡേർഡ് നോർമലിന്റെ മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ ആണ്. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവേണ്ടത് when n becomes large, Zn എന്ന് പറഞ്ഞാൽ എന്താ, that is Sn minus n mu by root n sigma square. This follows a standard normal as n tends to infinity. Okay. അപ്പോൾ Zn സ്റ്റാൻഡേർഡ് നോർമൽ ആണെങ്കിൽ Sn ഫോളോ ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷൻ എന്തായിരിക്കും, Sn will be normal with mean n mu and standard deviation n sigma square. Okay, as n tends to infinity. ഇനി നോക്കുക, ലിൻബർഗ് ആൻഡ് ലെവി ഫോം, അതിന്റെ കണ്ടീഷൻസ് ഇതാണ്. വേരിയബിൾസ് ആർ ഇൻഡിപെൻഡന്റ്, വേരിയബിൾസ് ആർ ഐഡന്റിക്കൽ. അത് രണ്ടുമാണ് മെയിൻ ആയിട്ട് പറഞ്ഞേക്കുന്നത്. വേരിയബിൾസ് ഇൻഡിപെൻഡന്റ് ആണ് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റിൽ പറഞ്ഞേക്കുന്നത് വേരിയബിൾസ് ഫോളോ സെയിം ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, അതായത് ഐഡന്റിക്കലി ഡിസ്ട്രിബ്യൂട്ടഡ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ്. പിന്നെ ദ മീൻ ആൻഡ് ദ വേരിയൻസ് എക്സിസ്റ്റ്, ഫൈനൈറ്റ് ആയിരിക്കണം, ആൻഡ് സെയിം ഫോർ ഓൾ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാതെ ഐഡന്റിക്കലി ഡിസ്ട്രിബ്യൂട്ടഡ് ആ ഒരു കണ്ടീഷനാണ് ഇവിടെയും പറയുന്നത്. അപ്പൊ ഈ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം ലിൻബർഗ് ലെവി ഫോമിന്. ഓക്കെ, ഇനി ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് നോക്കാം. Using CLT, show that a random variable x following binomial distribution BNP tends to normal as n tends to infinity. Okay, അപ്പോൾ നമ്മളൊരു റാൻഡം എക്സ്പെരിമെന്റ് കൺസിഡർ ചെയ്യാം. 2 പോസിബിൾ ഔട്ട്കംസ് ഉള്ളത്, സക്സസും ഫെയിലിയറും. ഓക്കെ, അപ്പൊ പി എന്നുള്ളത് നമുക്കറിയാം, പി എന്നുള്ള പ്രോബിലിറ്റി ഓഫ് സക്സസ് ആണ്. എൻ എന്നുള്ളത് നമ്പർ ഓഫ് ട്രയൽസ് ആണെന്ന് വിചാരിക്കുക. പ്രോബിലിറ്റി ഓഫ് സക്സസ് എന്നുള്ളത് ഓരോ ട്രയൽസിലും സെയിം തന്നെയാണ്. അതുപോലെ ട്രയൽസ് എല്ലാം ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. എന്നിട്ട് xi എന്നുള്ള ഒരു റാൻഡം വേരിയബിൾ ഡിഫൈൻ ചെയ്യുവാണ്. xi is equal to 1 if the ith trial result in success. അതുപോലെ xi എന്നുള്ളത് 0 ആണ് if the ith trial results in a failure. ഓക്കെ, അപ്പൊ 2 ഔട്ട്കംസ് ആണ് എക്സ്പെരിമെന്റ് ഉള്ളത്. ഔട്ട്കം സക്സസ് ആണെങ്കിൽ ith ട്രയലിലെ ഔട്ട്കം സക്സസ് ആണെങ്കിൽ xiയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1 ആണ്. അതുപോലെ ആദ്യത്തെ ട്രയലില് ഔട്ട്കം എന്ന് പറഞ്ഞാൽ ഫെയിലിയർ ആണെങ്കിൽ xiയുടെ വാല്യൂ 0. ഓക്കെ, അപ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് xi നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? എക്സ് എടുക്കുന്ന വാല്യൂസ് ഏതൊക്കെയാണ്? 1 and 0. 1 എടുക്കാനുള്ള പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ പ്രോബിലിറ്റി ഓഫ് സക്സസ് ദാറ്റ് ഇസ് p and probability of failure that is q. ഓക്കെ, അപ്പോൾ 1 into p plus 0 into q that is p. അതുപോലെ എക്സ്പെക്ടേഷൻ ഓഫ് xi സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 square into p plus 0 square into q that is p. Variance of xi എന്ത് വരും? Expression of xi square minus expression of xi the whole square, that is p minus p square, that is p into 1 minus p which is pq. Okay, so xis നോക്കി, xisന്റെ എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞാലും p ആണ്, അതുപോലെ അതിന്റെ വേരിയൻസ് എന്ന് പറഞ്ഞാൽ pq ആണ് ഓരോ xiയുടെ. അങ്ങനെയെങ്കിൽ നമ്മൾ x എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ ഡിഫൈൻ ചെയ്യാണ്. x that is x1 plus x2 plus etc plus xn. ഇനി xn ഫോളോ ചെയ്യുന്ന ഫോളോ ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷൻ എന്തായിരിക്കും? ഈ ഓരോ xis ഫോളോ ചെയ്യുന്ന ബെർണോളി ഡിസ്ട്രിബ്യൂഷൻ ആണ്. ശ്രദ്ധിച്ചറിയാം, ഇറ്റ് ഫോളോസ് എ ബെർണോളി ഡിസ്ട്രിബ്യൂഷൻ. അങ്ങനെയെങ്കിൽ അതിന്റെ സം ഫോളോ ചെയ്യുന്നത് ബൈനോമിയൽ ആയിരിക്കും. x ഫോളോ ചെയ്യുന്നത് ബൈനോമിയൽ ആയിരിക്കും വിത്ത് പാരാമീറ്റേഴ്സ് n ആൻഡ് p. ഓക്കെ, ഇനി നമ്മൾ സെൻട്രൽ ലിമിറ്റ് തിയറം, ഇത് IID റാൻഡം വേരിയബിൾസ് ആണല്ലോ, xis ഒക്കെ IID റാൻഡം വേരിയബിൾസ് ആണ്. അതുകൊണ്ട് സെൻട്രൽ ലിമിറ്റ് തിയറം യൂസ് ചെയ്തിട്ട് ഈ x ഫോളോ ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷൻ എന്തായിരിക്കും? when n becomes large, it follows, ഇതിന്റെ മീൻ p ആണെങ്കിൽ Sn ന്റെ മീൻ എന്തായിരിക്കും? np. അതുപോലെ Sn ന്റെ വേരിയൻസ് എന്തായിരിക്കും? റൂട്ട് ഓഫ് n into variance of xi, root of n into variance of xi, that is root of npq. Okay, x will follows a normal with np and root of npq. So ഇവിടെ സെൻട്രൽ ലിമിറ്റ് തിയറം അനുസരിച്ചിട്ട് നോക്കിയേ, ഇപ്പൊ ഈ സെൻട്രൽ ലിമിറ്റ് തിയറം അനുസരിച്ചിട്ട് IID റാൻഡം വേരിയബിൾസിന്റെ കേസിൽ നമ്മൾ കണ്ടായിരുന്നു, xi follows xi has a mean expectation of if xi has mean mu and xi has the variance sigma square, then Sn will have the will follows a normal with n mu and variance n sigma square. Okay, അപ്പോൾ ഇവിടെ വേരിയൻസ് എന്താ വരിക? വേരിയൻസ് വരിക x ന്റെ വേരിയൻസ് എന്തായിരിക്കും? npq ആയിരിക്കും. x ന്റെ മീൻ എന്തായിരിക്കും? np ആയിരിക്കും. ഓക്കെ, അപ്പോൾ x will follows a normal with the mean np and standard deviation. Mean variance ആണ് npq, standard deviation is root npq. Okay, as n tends to infinity. അപ്പോൾ as n tends to infinity, binomial distribution
will tends to normal distribution. Okay. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Let x1, x2, etc. xn be IID Poisson random variables with the parameters lambda equal to 4. Use CLT to estimate probability of 380 less than or equal to Sn less than or equal to 420, where Sn equal to x1 plus x2 plus etc. xn and n equal to 100. അപ്പോൾ ഇവിടെ നമുക്ക് x1, x2, etc. എന്നുള്ളത് IID Poisson random variables എന്നാണ് തന്നേക്കുന്നത് വിത്ത് പാരാമീറ്റേഴ്സ് ലാംഡ ഈക്വൽ ടു 4. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് നമുക്ക് CLT യൂസ് ചെയ്തിട്ട് ഈ ഒരു പ്രോബബിലിറ്റി എസ്റ്റിമേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നോക്കുക, SN ഡിസ്ട്രിബ്യൂഷൻ ആദ്യം കണ്ടുപിടിക്കണം. അപ്പോൾ x1, x2, etc. പോയ്സോൺ ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് CLT യൂസ് ചെയ്തിട്ട് എന്ത് പറയാം, ഇപ്പൊ ഇപ്പൊ ഇതെല്ലാം IID ആണ് അല്ലെ, അപ്പോൾ അതിന്റെ എക്സ്പെക്ടേഷൻ എന്തായിരിക്കും, എക്സ്പെക്ടേഷൻ ഓഫ് പോയ്സോൺ എന്ന് പറഞ്ഞാൽ ലാംഡ ആണ്, അതിന്റെ വേരിയൻസ് എന്ന് പറഞ്ഞാൽ ലാംഡ ആണ്. ഓക്കെ, അപ്പൊ എക്സ്പെക്ടേഷൻ ഓഫ് xi എന്നുള്ളത് 4 ആണ്, വേരിയൻസ് ഓഫ് xi എന്നുള്ളതും 4 ആണ്. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ SN മീനും വേരിയൻസും കണ്ടുപിടിക്കണം. ഓക്കെ, SN will follows a normal with mean n mu and variance n sigma square എന്നാണ് നമ്മൾ കണ്ടത്. ഓക്കെ, അപ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് SN എന്താ വരിക, expectation of x1 plus x2 plus etc. plus xn, that is expectation of x1 plus expectation of x2 ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ട് ഇങ്ങനെ എഴുതാം. ഇനി ഓരോന്നും ഐഡന്റിക്കൽ ആയതുകൊണ്ട് എല്ലാം സിഗ്മ ലാംഡ ആയിരിക്കും. that is lambda plus lambda etc. n lambda. Okay, n times expectation of xi, that is n into n എന്താണ് 100 ആണ്. ഓക്കെ, n 100 ആണ്, ലാംഡ എന്നുള്ളത് 4 ആണ്, 400 എന്ന് വരും. അതുപോലെ വേരിയൻസ് ഓഫ് SN എന്ത് വരും, വേരിയൻസ് ഓഫ് SN എന്ന് പറഞ്ഞാൽ വേരിയൻസ് ഓഫ് x1 plus x2 plus etc. xn. നമുക്കറിയാം വേരിയൻസ് ഓഫ് x1, x2, etc. xn എന്നുള്ളത് ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ട് വേരിയൻസ് ഓഫ് x1 plus വേരിയൻസ് ഓഫ് x2 etc. വേരിയൻസ് ഓഫ് xn എന്ന് എഴുതാം. ഇതെല്ലാം തന്നെ സെയിം ആണ്, that is ലാംഡ തന്നെയാണ്, പോയ്സോൺ ആയതുകൊണ്ട് എല്ലാം ലാംഡ ആണ്. സോ ലാംഡ പ്ലസ് എക്സെട്ര ലാംഡ, that is n ലാംഡ, n that is 100, 100 into 4, 400 എന്ന് വരും. ഇനി CLT യൂസ് ചെയ്തിട്ട് SN ഫോളോ ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷൻ എന്തായിരിക്കും, മീൻ 400 ആൻഡ് വേരിയൻസ് എന്തായിരിക്കും 400. അല്ലെങ്കിൽ വേറെ രീതിക്ക് പറഞ്ഞാൽ SN ഫോളോസ് എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ 400 ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 20. ഓക്കെ, as n tends to infinity. ഇനി SN ഫോളോ ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷൻ നോർമൽ ആണ് നമുക്ക് കിട്ടി. ഓക്കെ, when n becomes large. അങ്ങനെയാണെങ്കിൽ SN മൈനസ് 400 ഡിവൈഡഡ് ബൈ 20 ഫോളോ ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷൻ എന്തായിരിക്കും, ഇറ്റ് വിൽ ബി എ സ്റ്റാൻഡേർഡ് നോർമൽ അല്ലെ. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോബബിലിറ്റി ആണ് എസ്റ്റിമേറ്റ് ചെയ്യേണ്ടത്. പ്രോബിലിറ്റി 380 ലെസ് ദാൻ ഈക്വൽ ടു SN ലെസ് ദാൻ ഈക്വൽ ടു 420. അപ്പോൾ നമ്മളിവിടെ എല്ലായിടത്തും ഒരു ട്രാൻസ്ഫോർമേഷൻ കൊടുക്കാൻ പോവാണ്. ഇതിനെയൊക്കെ നമ്മൾ ഇത് നോർമൽ ആണെന്നാണ് നമുക്ക് കിട്ടിയേക്കുന്നത് അല്ലെ, CLT യൂസ് ചെയ്തിട്ട്. അപ്പൊ നമുക്ക് നോർമൽ യൂസ് ചെയ്തിട്ട് അതിന്റെ പ്രോബിലിറ്റി എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ കയ്യിൽ സ്റ്റാൻഡേർഡ് നോർമൽ ടേബിൾസ് ഉണ്ട്, അപ്പൊ അത് യൂസ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ പോവാണ്. അപ്പൊ 380 മൈനസ് 400 ഡിവൈഡഡ് ബൈ 20 ലെസ് ദാൻ ഈക്വൽ ടു SN മൈനസ് 400 ഡിവൈഡഡ് ബൈ 20 ലെസ് ദാൻ ഈക്വൽ ടു 420 മൈനസ് 400 ഡിവൈഡഡ് ബൈ 20. നോക്കിക്കേ, ഇതെന്താ വരിക, -1 ലെസ് ദാൻ ഈക്വൽ ടു, ഇത് വേരിയബിൾ ആണ്, ദാറ്റ് ഇസ് Z. ഓക്കെ, സം Z എന്ന് ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ Z ലെസ് ദാൻ ഈക്വൽ ടു 1. ഓക്കെ, -1 ലെസ് ദാൻ ഈക്വൽ ടു Z ലെസ് ദാൻ ഈക്വൽ ടു 1 എന്ന് കിട്ടി. അപ്പൊ നമ്മൾ വരച്ച എങ്ങനെ വരിക, ഓക്കെ, അപ്പോൾ Z ലൈൻ ബിറ്റ്വീൻ -1 ആൻഡ് +1. അപ്പൊ നമുക്ക് ഇതിനെ 2 ടൈംസ് പ്രോബിലിറ്റി ദാറ്റ് 0 ലെസ് ദാൻ Z ലെസ് ദാൻ 1 എന്ന് എഴുതാമല്ലോ. ഓക്കെ, അപ്പോ 2 ടൈംസ്. ഇനി ഈ പ്രോബബിലിറ്റി നിങ്ങൾ ടേബിളിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇത് 0.3413 എന്ന് കിട്ടും. ദാറ്റ് ഇൻറ്റു 2, ദാറ്റ് വിൽ ബി ഈക്വൽ ടു 0.6826. ഓക്കെ, അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. A distribution with an unknown mean mu and has variance equal to 1.5. By using central limit theorem, find how large a sample should be taken in order that the probability will be at least 0.95, that the sample mean will be within 0.5 of the population mean. Okay, ഇവിടെ ഒരു ഡിസ്ട്രിബ്യൂഷനെ പറഞ്ഞിട്ടുണ്ട്. ഡിസ്ട്രിബ്യൂഷന്റെ മീൻ നമുക്ക് അറിയില്ല, ദാറ്റ് ഇസ് മ്യൂ. ഓക്കെ, അതുപോലെ അതിന്റെ വേരിയൻസ് വന്നിട്ടുണ്ട്, ദാറ്റ് ഇസ് 1.5. നമുക്കിനി സെൻട്രൽ ലിമിറ്റ് തിയറം യൂസ് ചെയ്തിട്ട് സാമ്പിൾ സൈസ്, സാമ്പിളിന്റെ സൈസ്, നമ്മൾ എടുക്കുന്ന സാമ്പിളിന്റെ സൈസ് എത്ര വലുതായിരിക്കണം, അല്ലെങ്കിൽ
എത്രയായിരിക്കണം, അതിന്റെ മിനിമം സൈസ് എത്രയാണ് എന്നുള്ളത് കണ്ടുപിടിക്കണം. യൂസിങ് ദി പ്രോബബിലിറ്റി ദാറ്റ്, ഒരു പ്രോബിലിറ്റി തന്നിട്ടുണ്ട്, പ്രോബിലിറ്റി ദാറ്റ് ഇറ്റ് വിൽ ബി അറ്റ്ലീസ്റ്റ് 0.95 that the sample mean will be within 0.5 of the population. അതായത് സാമ്പിൾ മീനും പോപ്പുലേഷൻ മീനും തമ്മിലുള്ള ഡിഫറൻസ് എന്നുള്ളത് that is within 0.5, ആ പ്രോബബിലിറ്റി that is at least 0.95 എന്നാണ് തന്നേക്കുന്നത്. അതായത് പ്രോബബിലിറ്റി ദാറ്റ് സാമ്പിൾ മീൻ എന്ന് പറഞ്ഞാൽ എക്സ് ബാർ ആണ്, പോപ്പുലേഷൻ മീൻ നമ്മൾ മ്യൂ ആണ് അല്ലെ, പോപ്പുലേഷൻ മീൻ നമ്മൾ മ്യൂ ആയിട്ടാണ് എടുത്തേക്കുന്നത്. അപ്പോൾ പ്രോബിലിറ്റി ദാറ്റ് മോഡ് എക്സ് ബാർ മൈനസ് മ്യൂ is less than 0.5 is great at least എന്ന് കുറഞ്ഞത്, അപ്പോൾ greater than or equal to 0.95. ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് മിനിമം സാമ്പിൾ സൈസ് n കണ്ടുപിടിക്കണം. ഓക്കെ, n കണ്ടുപിടിക്കണം. അപ്പൊ നമ്മളിവിടെ എടുക്കുന്ന സാമ്പിൾ x1 x2 എക്സെട്ര xn ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഈ n എന്താണെന്നാണ് കണ്ടുപിടിക്കുക, n ന്റെ മിനിമം സൈസ് എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇപ്പോൾ x1 x2 എക്സെട്ര റാൻഡംലി എടുക്കുന്ന സാമ്പിൾ ആയതുകൊണ്ട് ദേ വിൽ ബി ഇൻഡിപെൻഡന്റ്. അതുപോലെ ഒരേ ഡിസ്ട്രിബ്യൂഷനിൽ നിന്നാണ് എടുത്തേക്കുന്നത്, അതുകൊണ്ട് അത് ഐഡന്റിക്കലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. അപ്പോൾ അത് എല്ലാത്തിന്റെയും മീൻ എന്നുള്ളത് മ്യൂ ആണ്, അതുപോലെ എല്ലാത്തിന്റെയും വേരിയൻസ് പറഞ്ഞാൽ 1.5 ആണ്. അപ്പോൾ നമുക്ക് x1 plus x2 plus എക്സെട്ര xn എന്നുള്ളത് ഫോളോ ചെയ്യുന്നത് എങ്ങനെയുള്ള ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും? ഇറ്റ് വിൽ ബി നോർമൽ വിത്ത് മീൻ n മ്യൂ ആൻഡ് വേരിയൻസ് n സിഗ്മ സ്ക്വയർ. ഇവിടെ വേരിയൻസ് സിഗ്മ 1.5 ആയതുകൊണ്ട് n ഇൻറ്റു 1.5 ഇൻറ്റു n, വേരിയൻസ് 1.5 ഇൻറ്റു n ആയിരിക്കും. അതായത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്തായിരിക്കും? റൂട്ട് ഓഫ് 1.5 ഇൻറ്റു n. Okay, so x1 plus x2 plus etc. xn will follow the normal with the mean n mu and variance root and standard deviation root 1.5 n. Okay, അപ്പോൾ അതായത് x1 ഈ സം ഫോളോ ചെയ്യണമെങ്കിൽ അതിന്റെ മീൻ എങ്ങനെയായിരിക്കും? മീൻ ഫോളോ ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷൻ എന്തായിരിക്കും? എല്ലാത്തിനെയും ഇതിന്റെ എക്സ്പെക്ടേഷൻ എങ്ങനെ വരുന്നുണ്ട്? സം ഫോളോ ചെയ്യുന്ന സമ്മിന്റെ എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞാല് n mu ആണെങ്കിൽ മീനിന്റെ എക്സ്പെക്ടേഷൻ എന്തായിരിക്കും വരിക? ഒരു 1/n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 1/n കൊണ്ട് ഇതിന്റെ മീനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് മ്യൂ എന്ന് കിട്ടും. അതുപോലെ സമ്മിന്റെ വേരിയൻസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ റൂട്ട് 1.5 n ആണെങ്കിൽ ഇതിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്തായിരിക്കും? അതിനെ ഒരു n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അല്ലെങ്കിൽ വേരിയൻസ് കാണുക, വേരിയൻസ് എന്ന് പറഞ്ഞാൽ 1.5 n ആണ്, സമ്മിന്റെ വേരിയൻസ് 1.5 n ആണ്. ഓക്കെ, സമ്മിന്റെ വേരിയൻസ് Sn എന്ന് പറഞ്ഞാൽ ദിസ് വിൽ ഫോളോസ് എ നോർമൽ വിത്ത് n മ്യൂ ആൻഡ് വേരിയൻസ് 1.5 n അല്ലെ വേരിയൻസ് എങ്കിൽ എക്സ് ബാറിന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്തായിരിക്കും? അതും നോർമൽ തന്നെ ആയിരിക്കും. ഇനി എക്സ്പെക്ടേഷൻ ഓഫ് Sn ആണ് n മ്യൂ എങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് Sn by n that is x bar എന്തായിരിക്കും വരിക? 1/n into n mu that is mu. അതുപോലെ വേരിയൻസ് ഓഫ് Sn by n എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1/n square into 1.5 n that is 1.5 by n എന്ന് വരും. ഓക്കെ, അതായത് എക്സ് ബാർ Sn by n എന്നാണ് എക്സ് ബാർ ഫോളോ ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി നോർമൽ വിത്ത് മീൻ മ്യൂ ആൻഡ് വേരിയൻസ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1.5 root of 1.5 by n. Okay, okay, അപ്പോൾ എക്സ് ബാർ ഫോളോ ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷൻ നോർമൽ ആണെന്ന് നമുക്ക് കിട്ടി. ഇനി എക്സ് ബാർ നമുക്ക് ഇവിടെ നോക്കി നമുക്ക് ഈ കണ്ടീഷൻ യൂസ് ചെയ്യണം. ഈ കണ്ടീഷൻ യൂസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ എക്സ് ബാർ മൈനസ് മ്യൂ അതിനെ സ്റ്റാൻഡേർഡൈസ് ചെയ്യാനാണ് പോകുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എക്സ് ബാർ മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ അതിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ റൂട്ട് 1.5 ബൈ n കൺസിഡർ ചെയ്യുക. ഇറ്റ് വിൽ ഫോളോസ് എ നോർമൽ, സ്റ്റാൻഡേർഡ് നോർമൽ. ഓക്കെ, when n becomes large. ഇനി നമുക്ക് സ്റ്റാൻഡേർഡ് നോർമൽ ടേബിൾസിൽ നിന്ന് ഇങ്ങനെ എഴുതാൻ പറ്റുമല്ലോ. ഇപ്പൊ ഇതൊരു സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ, z എന്നുള്ളത് ഒരു സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ ആണല്ലോ. അതായത് നിങ്ങൾ ടേബിൾ നോക്കുക, പ്രോബബിലിറ്റി ദാറ്റ് മോഡ്
x bar minus mu divided by 1.5 root of 1.5 by n എന്നുള്ളത് ഒരു സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ ആണ്. അത് ഇത് that is less than or equal to 1.96 എന്നുള്ളത്. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിന്റെ പ്രോബബിലിറ്റി that z lies between z ആയിട്ട് എടുക്കുവാണെങ്കിൽ z lies between minus 1.96 and plus 1.96. ഓക്കെ, ഈ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ഈക്വൽ ടു 0.95 ആയിരിക്കുമല്ലോ. ഓക്കെ, അപ്പൊ അങ്ങനെ പറഞ്ഞ 0.95 വരുന്ന രീതിക്കാണ് നമ്മളിത് എടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോ പ്രോബിലിറ്റി ദാറ്റ് മോഡ് എക്സ് ബാർ മൈനസ് മ്യൂ ബൈ റൂട്ട് ഓഫ് 1.5 ബൈ എൻ ഇസ് ലെസ് ദാൻ 1.96 ഇസ് ഈക്വൽ ടു 0.95. ഇനി നിങ്ങൾ റൂട്ട് ഓഫ് 1.5 ബൈ എന്നിനെ ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യുക ബ്രാക്കറ്റ്സിനകത്ത്. ഓക്കെ, അപ്പൊ എന്ത് കിട്ടും? മോഡുലസ് ഓഫ് എക്സ് ബാർ മൈനസ് മ്യൂ ഇസ് ലെസ് ദാൻ 1.96 ഇൻറ്റു റൂട്ട് 1.5 ബൈ എൻ that is equal to 0.95. അപ്പോൾ ഇതിനെ നിങ്ങൾ ഇക്വേഷൻ 1 എന്ന് ഡിനോട്ട് ചെയ്യുക. അതുപോലെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിനെ നമുക്ക് തന്നേക്കുന്ന സ്റ്റേറ്റ്മെന്റിനെ 1 എന്ന് ഡിനോട്ട് ചെയ്യുക. അതുപോലെ ഇതിനെ 2 എന്ന് ഡിനോട്ട് ചെയ്യാം. ഇപ്പൊ കിട്ടിയേക്കുന്ന ഇക്വേഷന് 2 എന്ന് ഡിനോട്ട് ചെയ്യാം. അപ്പൊ ഈ രണ്ട് ഇക്വേഷനിൽ നിന്നായിട്ട് നമുക്ക് എന്താ മനസ്സിലാക്കേണ്ടത്? ഈ പ്രോബബിലിറ്റി രണ്ടും സെയിം ആണ്. ഓക്കെ, അപ്പൊ ഈ 0.5 ഇത് തമ്മിലുള്ള ഡിഫറൻസ്, ഇതിന് പോപ്പുലേഷൻ സാമ്പിൾ മീനും പോപ്പുലേഷൻ മീനും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വിത്തിൻ 0.5. ഈ ഡിഫറൻസ് ഇറ്റ് ഷുഡ് ബി വിത്തിൻ 0.5, അതായത് ഇതിന്റെ മാക്സിമം ഡിഫറൻസ് ആണ് 0.5. അപ്പൊ ഇതിലും താഴെ ആയിരിക്കും എന്ത് നമുക്ക് ഈ കിട്ടിയേക്കുന്നത് 1.96 into root of 1.5 by n. That is 1.96 into root of 1.5 by n is less than or equal to 0.5 ആയിരിക്കും. ഓക്കെ, 0.5 ആയിരിക്കും. കാരണം ഇതിനെടുക്കാവുന്ന മാക്സിമം ഈ അബ്സല്യൂട്ട് ഡിഫറൻസ് എടുക്കാവുന്ന മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് 0.5 ആണ്. അതുകൊണ്ടാണ് ദിസ് ക്വാണ്ടിറ്റി ഈസ് ലെസ് ദാൻ ഈക്വൽ ടു 0.5 എന്ന് എഴുതിയേക്കുന്നത്. ഓക്കെ, അതിൽ നിന്ന് നമുക്ക് എന്നിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. We get n is greater than or equal to 23.0496. അതായത് എന്നിന് എടുക്കാവുന്ന മിനിമം സൈസ് എന്ന് പറഞ്ഞാൽ മിനിമം സാമ്പിൾ സൈസ് എന്ന് പറഞ്ഞാൽ 24 ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 30 unbiased dice are thrown. Find the appropriate probability that the sum of the numbers shown is in between 90 and 120 using CLT. അപ്പോൾ നമ്മള് 30 അൺബയസ്ഡ് ഡൈസ് ആണ് എറിയുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ ഡൈ എറിയുമ്പോൾ നമുക്ക് വരാൻ സാധ്യതയുള്ള ഔട്ട്കം എന്ന് പറഞ്ഞാൽ 1 to 6 ആണ്. ഓക്കെ, അപ്പോൾ ഓരോ ഡൈ എറിയുമ്പോൾ വരുന്ന ഔട്ട്കത്തിന് കിട്ടുന്ന നമ്പേഴ്സിനെയാണ് ഈ എക്സ് ഐസ് ഡിനോട്ട് ചെയ്യുന്നത്. എക്സ് ഐ അതായത് x1 x2 എക്സെട്ര x30. x1 denotes the first the number shown by the first die. x2 denotes the number shown by the second die. Okay, അങ്ങനെ x30 denotes the number shown by the 30th die. Okay, അപ്പോൾ ഈ ഓരോ ഫേസും 1 2 3 up to 6 ഓരോന്നും എടുക്കാനുള്ള പ്രോബിലിറ്റി ഓരോ ഡൈയുടെ കേസിലും ഈ 1 to 6 നമ്പേഴ്സ് എടുക്കാനുള്ള പ്രോബിലിറ്റി സെയിം ആണ്. ദാറ്റ് ഇസ് 1/6. അപ്പോൾ ഓരോ എക്സൈസിന്റെയും എക്സ്പെക്ടേഷനും അതുപോലെ വേരിയൻസും നമുക്ക് കണ്ടുപിടിക്കാം. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഐ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1. എത്ര പോസിബിലിറ്റീസ് ഉള്ളത് എക്സൈസിന് എടുക്കാനുള്ള വാല്യൂസ് 1 to 6. അതുപോലെ ഓരോന്നിന്റെയും പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ 1/6 ആണ്. അപ്പോൾ 1 into 1/6 plus 2 into 1/6 എക്സെട്ര 6 into 1/6. അപ്പോൾ 1/6 into 1 plus 2 plus etc. 6. Sum of the first 6 natural numbers, that is 6 into n into n plus 1/2, that is 6 into 7/2. നമുക്ക് 7/2 എന്ന് കിട്ടും. അതുപോലെ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഐ സ്ക്വയർ 1 square into 1/6 plus 2 square into 1/6 etc. 6 square into 1/6, that is 1/6 into 1 square plus 2 square plus etc. 6 square. Sum of the squares of the first 6 natural numbers, that is n into n plus 1 into 2n plus 1/6. അതാണ് എഴുതിയേക്കുന്നത്. n, the 6 plus 1 7, 2 into 6 plus 1, that is 13/6. that is 91/6 എന്ന് കിട്ടും. അതിൽ നിന്ന് നമുക്ക് വേരിയൻസ് കണ്ടുപിടിക്കാം. വേരിയൻസ് ഓഫ് എക്സ് ഐ എന്നുള്ളത് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഐ സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഐ ദി ഹോൾ സ്ക്വയർ 35/12 എന്ന് കിട്ടും ഫോർ ഓൾ ഐ. ഓക്കെ,
ഇനി നമുക്ക് Sn കൺസിഡർ ചെയ്യാം. നമുക്കിവിടെ തന്നേക്കുന്ന ക്വസ്റ്റ്യൻ നോക്കുക. The probability that the sum of the numbers shown. Sum of the numbers shown എന്ന് പറഞ്ഞാൽ x1 denote the number shown by the first day. അപ്പോൾ ഇത് എല്ലാത്തിന്റെ sum of the numbers shown is between, അതായത് x1 plus x2 plus etc. x30 is between 90 and 120. അതിന്റെ പ്രോബിലിറ്റി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ Sn കാണണം ആദ്യം. Sn എന്ന് പറഞ്ഞാൽ എന്താണ്? x1 plus x2 plus etc. x30. ഓക്കെ, അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് Sn എന്താ വരിക? ദാറ്റ് ഈസ് എക്സ്പെക്ടേഷൻ ഓഫ് x1 plus x2 plus etc. എക്സ്പെക്ടേഷൻ ഓഫ് x30. ഓക്കെ, ഓരോന്നിന്റെ എക്സ്പെക്ടേഷൻ 7/2 ആണ്. അപ്പോൾ 30 into 7/2 ദാറ്റ് ഈസ് 105 എന്ന് കിട്ടും. അതുപോലെ വേരിയൻസ് ഓഫ് Sn എന്ന് പറയുന്നത് വേരിയൻസ് ഓഫ് x1 plus etc. വേരിയൻസ് ഓഫ് x30 ദാറ്റ് ഈസ് 30 into 35/50 12 ദാറ്റ് ഈസ് 175/2 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി സെൻട്രൽ ലിമിറ്റ് തിയറി യൂസ് ചെയ്തിട്ട് Sn ഡിസ്ട്രിബ്യൂഷൻ എന്താന്ന് പറയാം. When n becomes large, Sn will follows a normal distribution with the mean 105 and standard deviation. ഇതിന്റെ റൂട്ട് that is root of 175/2. ഓക്കെ, അപ്പോൾ Sn ഡിസ്ട്രിബ്യൂഷൻ കിട്ടി. ഇനി നമുക്ക് ഈ പ്രോബിലിറ്റി കണ്ടുപിടിക്കണം. പ്രോബിലിറ്റി ദാറ്റ് Sn will lie between 90 and 120. ഓക്കെ, ഈ പ്രോബിലിറ്റീനെ നമുക്ക് സ്റ്റാൻഡേർഡ് നോർമലിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, Sn നെ സ്റ്റാൻഡേർഡൈസ് ചെയ്യാം. അപ്പോൾ Sn മൈനസ് അതിന്റെ മീൻ ഡിവൈഡഡ് ബൈ അതിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ദിസ് വിൽ ഫോളോസ് എ നോർമൽ, സ്റ്റാൻഡേർഡ് നോർമൽ. ഓക്കെ, അപ്പോൾ ത്രൂ ഔട്ട് സ്റ്റാൻഡേർഡൈസ് ചെയ്യാം. 90 minus 105 by root of 175/2 less than Sn minus 105 by root of 175/2 less than 120 minus 105 by root of 175/2. അപ്പോൾ ഈ വാല്യൂസ് വരുന്നത് minus 1.604 and plus 1.604. നമുക്ക് ഈ പ്രോബിലിറ്റി വരിക, പ്രോബിലിറ്റി ദാറ്റ് that lies between minus 1.604 and plus 1.604. That is 2 times probability that that lies between 0 and 1.604. അപ്പോൾ 1.604 ന് corresponding ആയിട്ടുള്ള പ്രോബിലിറ്റി നോക്കുമ്പോൾ നമുക്ക് 0.4452 എന്ന് കിട്ടും. ഇൻറ്റു 2 ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് 0.8904. ഓക്കെ, 0.8904. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നേരത്തെ കേസിലെ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നു വന്നിച്ചത്. ഓക്കെ, കണ്ടോ, ഓരോന്നിന്റെയും എക്സൈസിന്റെ ഡിസ്ട്രിബ്യൂഷൻ യൂണിഫോം ആയിരുന്നു. ഓക്കെ, യൂണിഫോം വിത്ത് PMF 1/6. ഇവിടെ നോക്കാം, ഈ ക്വസ്റ്റ്യന്റെ അകത്ത് നോക്കാം, 30 റിയൽ നമ്പേഴ്സ് ആർ റാൻഡംലി സെലക്ടഡ് ഫ്രം ആൻ ഇന്റർവൽ 0 to. Find the approximate probability that the sum of these numbers is greater than 25. സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫോർത്ത് ക്വസ്റ്റ്യന്റെ സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ നേരത്തെ 30 ഡൈസ് എറിഞ്ഞു. ഇവിടെ നമ്മൾ 30 റിയൽ നമ്പേഴ്സ് സെലക്ട് ചെയ്യാണ്. ഇന്റർവെൽ 0 to ഇടക്ക് വരുന്ന, അതിന്റെ അകത്ത് വരുന്ന ഒരു 30 നമ്പേഴ്സ് നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പം ഫസ്റ്റ് നമ്പർ നമ്മൾ എടുക്കാൻ പോകുന്ന ഫസ്റ്റ് നമ്പറിനെ x1 എന്ന് ഡിനോട്ട് ചെയ്യാം, സെക്കൻഡ് നമ്പറിനെ x2 എന്ന് ഡിനോട്ട് ചെയ്യാം, അങ്ങനെ 30th നമ്പറിനെ x എന്ന് ഡിനോട്ട് ചെയ്യാം. ഈ ഓരോ എക്സൈസും ഫോളോ ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷൻ റെക്ടാങ്കുലർ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ടത് ഇതിന്റെ സം ആണ്. സമ്മിന്റെ ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കണം. അതിനായിട്ട് നമുക്ക് ഫസ്റ്റ് ഇതിന്റെ ഓരോ എക്സൈസിന്റെ മീൻ കണ്ടുപിടിക്കാം. എക്സ്പെക്ടേഷൻ ഓഫ് xi എന്ന് പറഞ്ഞാൽ എന്താ? റെക്ടാങ്കുലർ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്തെന്ന് എഴുതാം? എക്സ്പെക്ടേഷൻ ഓഫ് x എന്ന് പറഞ്ഞാൽ b plus a/2. ഇവിടെ b എന്ന് പറഞ്ഞാൽ 2, a എന്ന് പറഞ്ഞാൽ 0. 2 plus 0/2 that is 1. ഇനി വേരിയൻസ് ഓഫ് xi എന്ന് പറഞ്ഞാൽ b minus a²/12. റെക്ടാങ്കുലറിന്റെ വേരിയൻസ് പറഞ്ഞാൽ b minus a²/12 ആണ്. അപ്പോൾ b എന്ന് പറഞ്ഞാൽ 2, a എന്ന് പറഞ്ഞാൽ 0. അപ്പോൾ നമുക്ക് 4/12 that is 1/3 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ എക്സൈസിന്റെ മീനും വേരിയൻസും അറിയാം എങ്കിൽ ഇനി Sn എന്ന് പറഞ്ഞാൽ എന്താണ്? x1 plus x2 plus etc. x30. ഇതിന്റെ മീൻ എന്താണ്? എക്സ്പെക്ടേഷൻ ഓഫ് x1 plus expectation of x2 etc. expectation of xn. 1 തന്നെയാണ്. 1 into 30 that is 30. The variance of xn എന്ന് പറഞ്ഞാൽ 1/3 into 30 that is 10 വരും. ഓക്കെ, ഇനി നമുക്ക് സെൻട്രൽ ലിമിറ്റ് തിയറി യൂസ് ചെയ്തിട്ട് എന്തെന്ന് പറയാം? Sn will follows a normal distribution with mean 30 and variance 10. ഓക്കെ,
അപ്പോൾ അതിനെ സ്റ്റാൻഡർഡൈസ് ചെയ്തേക്കുവാണ് SN മൈനസ് അതിന്റെ മീൻ ഡിവൈഡഡ് ബൈ അതിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ദിസ് വിൽ ഫോളോസ് എ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, ഇനി വന്നിട്ട് നമുക്ക് വേണ്ട പ്രോബബിലിറ്റി എന്താണ്? സം is greater than we have to find the approximate probability that the sum of these numbers is greater than 25. അതായത് നമുക്ക് probability that SN is greater than 25 അതാണ് കണ്ടുപിടിക്കേണ്ടത്. probability that SN is greater than 25. അപ്പോൾ ഇവിടെ ത്രൂ ഔട്ട് നമ്മൾ സ്റ്റാൻഡർഡൈസ് ചെയ്യുക. SN minus 30 by root 10 it's greater than 25 minus 30 by root 10. ഇത് Z. അതുപോലെ ഇത് ഈ വാല്യൂ വരുന്നത് മൈനസ് 1.58. ഇപ്പോൾ ഇങ്ങനെയാണ് വരിക അതിന്റെ ഫിഗർ. Z is greater than minus 1.58 എന്ന് പറഞ്ഞാൽ 0.5 പ്ലസ് പ്രോബിലിറ്റി ദാറ്റ് Z lies between 0 and 1 0.58. ഓക്കെ, അപ്പോൾ ഇത് വരുന്നത് ഈ പ്രോബിലിറ്റി വരുന്നത് 0.4429 പ്ലസ് 0.5 ചെയ്യുമ്പോൾ നമുക്ക് 0.9429 എന്ന് കിട്ടും. ഓക്കെ, 6th question നോക്കാം. Apply CLT to find the distribution of mean of large random samples taken from the population. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മീൻ. ഓക്കെ, പോപ്പുലേഷൻസ് തന്നിട്ടുണ്ട്. നമുക്കിവിടെ ഓരോ ഡിസ്ട്രിബ്യൂഷൻസ് തന്നിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് എന്നുള്ളത് ആദ്യത്തെ കേസിൽ എഫ് ഓഫ് എക്സ് എന്നുള്ളത് 1/θ എക്സ് ലൈസ് ബിറ്റ്വീൻ 0 and θ. രണ്ടാമത്തത് raised to minus lambda raised to x by x factorial x equal to 0 1 2 3 etc. and third one f of x equal to lambda e raised to minus lambda x. അപ്പോൾ നമുക്ക് ഇവിടെ യൂണിഫോം റെക്ടാങ്കുലർ തന്നിട്ടുണ്ട്, അതുപോലെ പോയ്സോൺ തന്നിട്ടുണ്ട്, എക്സ്പോണൻഷ്യലും തന്നിട്ടുണ്ട്. ഓക്കെ, 3 ഡിസ്ട്രിബ്യൂഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ നമുക്ക് മീൻ്റെ ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കണം. മീൻ്റെ ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് ആദ്യം സമ്മിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കുക, എന്നിട്ട് മീൻ്റെ ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ ആദ്യം ഫസ്റ്റ് പോപ്പുലേഷൻ കൺസിഡർ ചെയ്യാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/θ. അതിൽ നിന്നൊരു റാൻഡം സാമ്പിൾ എടുക്കുവാണ്, x1 x2 എക്സെട്ര xn. ഓക്കെ, നമുക്ക് എഫ് ഓഫ് എക്സ് തന്നേക്കുന്നത് എന്താണ്? 1/θ. അപ്പോൾ ഇതിൽ നിന്ന് ഫസ്റ്റ് നമ്മൾ എക്സൈസിന്റെ എക്സ്പെക്ടേഷൻ കണ്ടുപിടിക്കുകയാണ്. എക്സ്പെക്ടേഷൻ ഓഫ് xi എന്താ വരിക? ഇന്റഗ്രൽ 0 to θ xi എടുക്കുന്ന ഒരു വാല്യൂ, അതിന്റെ റിയലൈസേഷൻ x എന്ന് വിചാരിക്കുക, x into 1/θ dx അല്ലേ? ഡെഫിനിഷൻ യൂസ് ചെയ്തിട്ട്, എക്സ്പെക്ടേഷന്റെ ഡെഫിനിഷൻ യൂസ് ചെയ്തിട്ടാണ് എഴുതിയേക്കുന്നത്. ദാറ്റ് ഈസ് 1/θ into x square by 2 over the limit 0 and θ. That is θ square by 2 into 1/θ. That is θ by 2 എന്ന് കിട്ടും. അതുപോലെ എക്സ്പെക്ടേഷൻ ഓഫ് xi സ്ക്വയർ വരിക, integral 0 to θ x square into 1/θ dx. That is 1/θ into θ cube by 3 over the limit 0 and θ. That is θ cube by 3 into 1/θ എന്ന് പറയും. That is θ square by 3. ഓക്കെ, ഇനി വേരിയൻസ് കണ്ടുപിടിക്കുക. വേരിയൻസ് ഓഫ് xi എന്ത് വരും? എക്സ്പെക്ടേഷൻ ഓഫ് xi സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് xi the whole square. That is θ square by 3 minus θ by 2 the whole square. That is θ square by 4 എന്ന് വരും. ഡിഫറൻസ് എന്ത് വരും? θ square by 12. വേരിയൻസ് കിട്ടുക θ square by 12. ഇനി നമുക്ക് SN ന്റെ മീനും വേരിയൻസ് നോക്കാം. SN എന്ന് പറഞ്ഞാൽ എന്താണ്? x1 plus x2 plus etc. xn. ഇതിന്റെ മീൻ എന്ത് വരും? n times θ by 2. ഓക്കെ, ഇവിടെ ഇതെല്ലാം ഇൻഡിപെൻഡന്റ് ആണ്, അതുകൊണ്ടാണ് റാൻഡം സാമ്പിൾ ആയതുകൊണ്ട് ഇൻഡിപെൻഡന്റ് ആണ്. അപ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് x1 plus എക്സ്പെക്ടേഷൻ ഓഫ് x2 plus etc. എക്സ്പെക്ടേഷൻ ഓഫ് xn, ദാറ്റ് ഇസ് ഇതെല്ലാം ഐഡന്റിക്കലും ആണ്, കാരണം ഒരേ ഡിസ്ട്രിബ്യൂഷനിൽ നിന്നാണ് എടുത്തേക്കുന്നത്, യൂണിഫോമിൽ നിന്നാണ് എടുത്തേക്കുന്നത്. അപ്പോൾ n times θ by 2 നമുക്ക് മീൻ കിട്ടിയായിരുന്നു. എക്സ്പെക്ടേഷൻ ഓഫ് xi എന്നുള്ളത് θ by 2 ആണ്. അപ്പോൾ n times θ by 2, n θ by 2. ഓക്കെ, അതുപോലെ വേരിയൻസ് ഓഫ് SN എന്താ വരിക? വേരിയൻസ് ഓഫ് x1 പ്ലസ് വേരിയൻസ് ഓഫ് x2 പ്ലസ് എക്സെട്ര വേരിയൻസ് ഓഫ് xn. ദാറ്റ് ഇസ് n ഇൻറ്റു വേരിയൻസ് എന്താ കിട്ടിയ? θ സ്ക്വയർ ബൈ 12, n ടൈംസ് θ സ്ക്വയർ ബൈ 12 എന്ന് വരും. അപ്പോൾ നമ്മുടെ SN ഫോളോ ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷൻ എന്തായിരിക്കും? SN ഫോളോസ് എ നോർമൽ വിത്ത് n θ by 2 ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ റൂട്ട് ഓഫ് n θ സ്ക്വയർ ബൈ 12. ഓക്കെ, SN ഫോളോ ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷൻ കിട്ടി. അങ്ങനെയെങ്കിൽ അതിന്റെ മീൻ ഫോളോ ചെയ്യുന്നത് എന്തായിരിക്കും? മീനിന്റെ ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? SNന്റെ ഡിസ്ട്രിബ്യൂഷൻ, എക്സ്പെക്ടേഷൻ ഓഫ് SN നമുക്ക് അറിയാമെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് SN by n കാണുക. SN by n എന്ന് പറഞ്ഞാൽ 1/n into n θ by 2, that is θ by 2. ഓക്കെ, θ by 2 എന്ന് വരും മീൻ. എക്സ് ബാറിന്റെ മീൻ എന്താണ്? ഇറ്റ് വിൽ ഫോളോസ് എ നോർമൽ വിത്ത് മീൻ θ by 2 ആൻഡ് വേരിയൻസോ? വേരിയൻസ് എന്ത് വരും? n θ സ്ക്വയർ by 12 into വേരിയൻസ് ഓഫ് SN by n ആണല്ലോ. അപ്പോൾ 1/n സ്ക്വയർ ഇൻറ്റു വേരിയൻസ് ഓഫ് SN, 1/n സ്ക്വയർ ഇൻറ്റു n θ സ്ക്വയർ ബൈ 12. അപ്പോൾ n ഉം ക്യാൻസൽ ചെയ്ത് പോയിട്ട് θ സ്ക്വയർ ബൈ 12n എന്ന് വരും.
വേരിയൻസ്. അപ്പോൾ അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡിവിഷൻ എന്ന് പറയുമ്പോഴോ സ്റ്റാൻഡേർഡ് ഡിവിഷൻ ഓഫ് Sn by n, സ്റ്റാൻഡേർഡ് ഡിവിഷൻ ഓഫ് x bar എന്തായിരിക്കും? റൂട്ട് ഓഫ് തീറ്റ സ്ക്വയർ ബൈ 12n എന്ന് വരും. ഓക്കെ, ദാറ്റ് ഈസ് തീറ്റ ബൈ 12n. The x bar will follows a normal distribution with the mean theta by 2 and theta by 12n, root of 12n. ഓക്കെ, ഫസ്റ്റ് കേസ്. രണ്ടാമത്തതിൽ നമ്മൾ എടുത്തേക്കുന്നത് റാൻഡം വേരിയബിൾ റാൻഡം സാമ്പിൾ കൺസ്ട്രെയിൻ x1 x2 etc xn taken from the population 2 എന്ന് വെച്ചാൽ പോയ്സോണിനെ എടുത്തേക്കാന്ന് വിചാരിക്കാം. പോയ്സോണിന്റെ കേസിൽ അതിന്റെ മീനും വേരിയൻസും ഒക്കെ സെയിം ആണ്, ലാംഡയാണ്. ഓക്കെ, അതിന്റെ പാരാമീറ്ററും പറഞ്ഞിട്ടുണ്ട് അല്ലെ, പാരാമീറ്റർ ലാംഡയാണ്. ഓക്കെ, അപ്പോൾ ഇതിന്റെ മീനും വേരിയൻസും എന്താണ്? ഓരോ എക്സൈസിന്റെ മീനും ലാംഡയാണ്, വേരിയൻസും ലാംഡയാണ്. എങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് Sn എന്തായിരിക്കും? n ലാംഡ. വേരിയൻസ് ഓഫ് Sn n ടൈംസ് ലാംഡ. ഓക്കെ, അപ്പോൾ Sn will follows a normal with the mean n lambda and standard deviation root n lambda for large CLT യൂസ് ചെയ്തിട്ട്. ഇനി നമുക്ക് x ബാറിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. x ബാർ എന്ന് പറഞ്ഞാൽ Sn by n. ഇനി എക്സ്പെക്ടേഷൻ ഓഫ് Sn എന്നുള്ളത് n ലാംഡയാണ്. ഇപ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് Sn by n, x ബാർ എന്തായിരിക്കുക? എക്സ്പെക്ടേഷൻ ഓഫ് x ബാർ എന്ന് പറഞ്ഞാൽ എക്സ്പെക്ടേഷൻ ഓഫ് Sn by n, ദാറ്റ് ഈസ് n ടൈംസ് 1 by n ടൈംസ് അല്ലേ? എക്സ്പെക്ടേഷൻ ഓഫ് Sn by n എന്ന് പറഞ്ഞാൽ 1 by n ടൈംസ് expectation of Sn, that is 1 by n into n lambda, that is lambda. Okay, അതുപോലെ variance of Sn by n എന്ന് വരും. variance of Sn by n 1 by n square into n lambda, that is lambda by n എന്ന് വരും. variance of Sn by n. standard deviation of Sn by n എന്ന് വരും. root of lambda by n എന്ന് വരും for large. Okay, അപ്പോൾ using CLT distribution of x bar എന്തായിരിക്കും? it follows a normal with the parameter mean with the mean lambda and variance root lambda by n. ഓക്കെ, ഇനി മൂന്നാമത്തെ കേസ് കൺസിഡർ ചെയ്യാം. മൂന്നാമത്തെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ. അതിൽ നിന്ന് നമ്മളൊരു റാൻഡം സാമ്പിൾ എടുത്തേക്കുവാണ് x1 x2 etc xn. ഓക്കെ, എന്നിട്ട് ഇത് നമുക്കറിയാം ലാംഡ പാരാമീറ്റർ ലാംഡ ആണെങ്കിൽ അതിന്റെ എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞാൽ 1 by lambda ആയിരിക്കും. expectation of xi എന്ന് പറഞ്ഞാൽ 1 by lambda, variance of xi എന്ന് പറഞ്ഞാൽ 1 by lambda square. the expectation of Sn എന്ത് വരും? sum in expectation n times 1 by lambda. അതുപോലെ variance of Sn n times the variance, n times 1 by lambda square. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് x ബാറിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആണ് കണ്ടുപിടിക്കുന്നത്. Sn ന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്താണ്? Sn will follows a normal with the n by lambda and variance standard deviation root n by lambda square. Okay, അപ്പോൾ x ബാറിന്റെ ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് എക്സ്പെക്ടേഷൻ ഓഫ് Sn by n എന്ത് വരും? 1 by n into n by lambda, that is 1 by lambda. അതുപോലെ variance of Sn by n എന്ന് പറഞ്ഞാൽ 1 by n square into n by lambda square. Okay, that is 1 by lambda square n എന്ന് വരും. Okay, അപ്പോൾ x bar will follows a normal with the mean 1 by lambda and the variance 1 by n lambda square. അല്ലെങ്കിൽ x bar will follows a normal with the mean 1 by lambda and standard deviation 1 by root n lambda for large. Okay, last question നോക്കാം. A random sample of size n was taken from a population with the mean mu and standard deviation sigma. Find the distribution of the sample mean x bar for large n. ഇപ്പോൾ ഒരു റാൻഡം സാമ്പിൾ എടുത്തേക്കുവാണ് ഫ്രം a population with the mean mu and standard deviation sigma. അപ്പോൾ ഇതെല്ലാം റാൻഡം വേരിയബിൾസ് എല്ലാം തന്നെ ഇൻഡിപെൻഡന്റ് ആണ്, അതുപോലെ ഐഡന്റിക്കലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. അപ്പോൾ Sn ഫോളോ ചെയ്യുന്നത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സാമ്പിൾ മീനിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആണ്. Sn follows the distribution എന്തായിരിക്കും? x1 plus x2 plus etc xn will follows a normal distribution with n mu and variance n sigma square. അല്ലേ? എങ്കിൽ അതിന്റെ മീൻ ഫോളോ ചെയ്യുന്നത് എന്തായിരിക്കും? വളരെ സിമ്പിൾ ആണ്. Sn by n will follows 1 by n times ഇതിന്റെ mean, that is n mu. x bar will follows a normal distribution with the mean mu and variance എന്തായിരിക്കും? 1 by sigma square into variance of 1 by sigma square into n sigma square, that is sigma square by n എന്ന് വരും. അതിന്റെ റൂട്ട് x ബാറിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ
sigma square, root of sigma square by n എന്ന് വരും. So that is x bar will follow the normal distribution with the mean, mu and standard deviation root of sigma square by n for large. നമുക്ക് അതിന്റെ രണ്ടാമത്തെ ഫോം ലിയോപണോവ് ഫോം കാണാം. ലിയോപണോവ്സ് സെൻട്രൽ ലിമിറ്റ് തിയറം. Let x1, x2, etc. x and b independent random variables such that expectation of xi equal to mu I and variance of xi equal to sigma I square I equal to 1, 2, 3, etc. and let the third absolute moment of xi about its mean with rho I cube equal to expectation of absolute value of xi minus mu I cube I equal to 1, 2, 3, up to n is finite. Further, let rho cube equal to summation rho I cube. If limit n tends to infinity, rho by sigma equal to 0, the sum x equal to x1 plus x2 plus etc. xn is asymptotically normal with the mean mu and variance of sigma square, where mu equal to summation mu I and sigma square equal to summation sigma I square. Okay, അപ്പോൾ ഇതാണ് ലിയോപണോവ്സിന്റെ CLTയുടെ സ്റ്റേറ്റ്മെന്റ് ഇതാണ്. അപ്പോൾ x1 x2 etc. എന്നുള്ളത് ഇൻഡിപെൻഡന്റ് റാൻഡം വേരിയബിൾസ് ഐഡന്റിക്കലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണെന്ന് പറഞ്ഞിട്ടില്ല. അതായത് ഓരോന്നിന്റെയും മീൻ mu i's ആണ്. എക്സ്പെക്ടേഷൻ ഓഫ് xi എന്നുള്ളത് mu I ആണ്, വേരിയൻസ് ഓഫ് xi എന്നുള്ളത് സിഗ്മ I സ്ക്വയർ ആണ്. എന്നിട്ട് നമ്മൾ തേർഡ് അബ്സല്യൂട്ട് മൊമെന്റ് ഓഫ് xi അബൌട്ട് ഇറ്റ്സ് മീൻ അത് ഫൈനൈറ്റ് ആണെന്നാണ് അസ്യൂം ചെയ്തേക്കുന്നത്. അതിനെ റോ I ക്യൂബ് എന്ന് ഡിനോട്ട് ചെയ്തേക്കുവാണ്. റോ I ക്യൂബ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എക്സ്പെക്ടേഷൻ ഓഫ് xi മൈനസ് mu I, അബ്സല്യൂട്ട് വാല്യൂ ഓഫ് xi മൈനസ് mu I ക്യൂബ്, അത് ഫൈനൈറ്റ് ആണെന്ന് അസ്യൂം ചെയ്തേക്കുവാണ്. അതുപോലെ ഈ റോ I ക്യൂബ്സിന്റെ സം അതിനെ നമ്മൾ റോ ക്യൂബ് എന്ന് ഡിനോട്ട് ചെയ്തേക്കുവാണ്. ഓക്കെ, എങ്കിൽ if this limit n tends to infinity rho by sigma എന്നുള്ളത് 0 ആണെങ്കിൽ then the sum x1 plus x2 plus etc. xn is asymptotically normal with the mean mu and variance sigma square ആണെന്നാണ് ലിയോപണോവ്സ് CLT പറയുന്നത്. Where mu equal to summation mu I and sigma square equal to summation mu I square. Okay, അപ്പോൾ ഈ ഒരു കണ്ടീഷൻ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ some of the random variables will follow the standard follows the normal distribution with mean equal to sum of the means and variance equal to sum of the variances. Okay, നീ നോട്ട് ഒന്ന് നോക്കുക. ഇപ്പൊ ഇവിടെ ഈ ഒരു നമ്മൾ എക്സസൈസിന്റെ കാര്യം ഇൻഡിപെൻഡന്റ് ആണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സപ്പോസ് ദേ ആർ ഐഡന്റിക്കൽ ആണെങ്കിൽ എന്താ പറ്റുക, ഈ റോ ക്യൂബ് എന്നുള്ളത് എന്ത് പറ്റും, നമുക്ക് ഈ കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. ഓക്കെ, അപ്പൊ അതിന് റോ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താ, റോ ക്യൂബ് എന്ന് പറഞ്ഞാൽ സമ്മേഷൻ റോ I ക്യൂബ്. ഓക്കെ, ഇവിടെ ഇതെല്ലാം തന്നെ ഐഡന്റിക്കൽ ആയതുകൊണ്ട് റോ 1 തന്നെയായിരിക്കും റോ 2, മനസ്സിലായി. എല്ലാം നമുക്ക് റോ 1 എടുക്കാം. എല്ലാത്തിന്റെയും അബ്സല്യൂട്ട് മൊമെന്റിനെ റോ I എന്നുള്ളത് നമുക്ക് റോ 1 എടുക്കാം. ഓക്കെ, റോ 1 n ടൈംസ് റോ 1 ക്യൂബ് എന്ന് വരും. അതുപോലെ സിഗ്മ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്, സിഗ്മ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് സമ്മേഷൻ സിഗ്മ I സ്ക്വയർ ആണ്. സിഗ്മ ഇതെല്ലാം തന്നെ സെയിം ആണ്. സം സിഗ്മ 1 സ്ക്വയർ ആണെങ്കിൽ n സിഗ്മ 1 സ്ക്വയർ എന്ന് എഴുതാമല്ലോ. അപ്പൊ റോ ബൈ സിഗ്മ എന്നുള്ളത് നമുക്ക് എന്ത് കിട്ടും, ഇതിന്റെ ഇതിൽ നിന്ന് റോ ക്യൂബ് എന്നുള്ളത് n റോ 1 റേസ് ടു ക്യൂബ്, റോ 1 ക്യൂബ് ആണെങ്കിൽ റോ എന്ത് കിട്ടും, ഇറ്റ് ഈസ് എ ക്യൂബ് റൂട്ട് ഓഫ് n ഇൻറ്റു റോ 1. അതുപോലെ സിഗ്മ എന്നുള്ളത് ഇറ്റ് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് n ഇൻറ്റു സിഗ്മ 1 എഴുതാം. ഓക്കെ, അപ്പോൾ റോ ബൈ സിഗ്മ എന്നുള്ളത് n റേസ് ടു 1/3 റോ 1 ബൈ n റേസ് ടു 1/2 സിഗ്മ 1 എഴുതാം. That is rho 1 by sigma 1 into n raised to 1/6. ഇനി n ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ ഈ ക്വാണ്ടിറ്റി 0യിലേക്ക് ടെൻഡ് ചെയ്യുന്നുണ്ട്. That is limit n tends to infinity rho by sigma എന്നുള്ളത് 0 ആണ്. അതായത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന റാൻഡം വേരിയബിൾസ് ഐഡന്റിക്കൽ കൂടിയാണെങ്കിൽ ദിസ് കണ്ടീഷൻ ഈസ് സാറ്റിസ്ഫൈഡ്. ലിയോപണോവ്സിന്റെ ഈ കണ്ടീഷൻ ഉണ്ടല്ലോ, ലിമിറ്റ് n tends to infinity rho by sigma എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ഓക്കെ, അതായത് it satisfies CLT. Okay.